السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ ഉത്തമങ്ങളായ അസ്മാഉകളെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ധാരാളം ഇസ്മുകളെ സംബന്ധിച്ച് ഇതിനകം നമ്മൾ വിശദീകരണം നടത്തി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഏതാനും ഇസ്മുകൾ ചെറിയ നിരക്കുള്ള വിവരണം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാർത്ഥമായ നിലക്ക് അറിയുകയും മനസ്സിലാക്കുകയും അവന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമാക്കി തീർക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാട്ടെ. അൽ ഹഖ് എന്ന് അല്ലാഹുവിന്റെ ഒരു നാമമാണ്. അതുകൊണ്ടാണ് നമ്മൾ പേര് കേൾക്കുമ്പോൾ അബ്ദുൽ ഹഖ് എന്ന നാമം നമ്മൾ കേൾക്കുന്നത്. ഹഖ് എന്ന്, അൽ ഹഖ് എന്ന് അല്ലാഹുവിന്റെ നാമമായി വിശുദ്ധ ഖുർആൻ 10 സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹഖ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു പദമാണ് ഹഖ്. ഒരു കാര്യം സത്യമാണ്, യഥാർത്ഥമാണ് എന്നതിനെ അറിയിക്കുന്ന പദമാണ് ഹഖ് എന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഹഖാണ് എന്നവന്റെ നാമമായി പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഹഖു മാ ലാ യസ്ഉ ഇൻകാറഹു. അവന് നിഷേധിക്കൽ ഒരാൾക്കും സാധ്യമല്ല. നിഷേധിക്കാൻ കഴിയാത്തത്ര ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും അല്ലാഹു ഹഖാണ് എന്നതിലേക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാലത്തും ഒരാൾക്കും വസ്തുനിഷ്ഠമായി ആ അല്ലാഹു എന്ന യഥാർത്ഥത്തെ, അല്ലാഹു എന്ന ആ ഹഖ്, ആ സത്യത്തെ നിഷേധിക്കാൻ സാധ്യമല്ലാത്തവണ്ണം അവന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഹഖിൽ അധിഷ്ഠിതമാണ്. അവനെ അംഗീകരിക്കലും അവന്റെ എല്ലാ കാര്യങ്ങളെയും അറിയലും അവൻ ഒരു നിലക്കും നിഷേധിക്കാനും അതല്ലെങ്കിൽ അവന്റേതായ കഴിവുകളെ കുറച്ചു കാണിക്കാനും വസ്തുതാപരമായി ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല. ധിക്കാരത്തോടുകൂടി ആരെങ്കിലും എന്തെങ്കിലും പറയുക എന്നതല്ലാതെ ഹഖായ പടത്തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായി ബന്ധപ്പെട്ടതെല്ലാം സത്യമാണ് എന്ന മഹനീയമായ ആശയത്തെ അറിയിക്കുന്ന നാമമാണ് അൽ ഹഖ് എന്ന നാമം. ഇത് പണ്ഡിതന്മാർ പല സ്ഥലങ്ങളിലായി വിശദീകരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖാണെന്ന് പറയുമ്പോൾ
ഹുവ സുബ്ഹാനഹു ഹഖ്ഖുൻ ഫീ ദാതിഹി ഹഖ്ഖുൻ ഫീ സിഫാതിഹി ഹഖ്ഖുൻ ഫീ അഖ്വാലിഹി ഹഖ്ഖുൻ ഫീ അഫ്ആലിഹി. അല്ലാഹു എല്ലാ നിലക്കും സത്യമാണ്, അവൻ ഹഖ്ഖാണ്, അവൻ പരിശുദ്ധനാണ്. ഹഖ്ഖുൻ ഫീ ദാതിഹി, അവന്റെ ദാത്തിൽ അവൻ ഹഖ്ഖാണ്. അവന്റെ എല്ലാ വിശേഷങ്ങളിലും അഥവാ സിഫത്തുകളിൽ അവൻ ഹഖ്ഖാണ്. അവന്റെ വാക്കുകളിൽ മുഴുവൻ ഹഖ്ഖേയുള്ളൂ, അവന്റെ പ്രവൃത്തികളിലും മുഴുവൻ ഹഖ് മാത്രമാണുള്ളത്. ഇങ്ങനെ ഖൗലുഹു ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാക്ക് സത്യമാണ്. വഫിഅലുഹു ഹഖ്ഖുൻ, അവന്റെ പ്രവൃത്തി അത് മുഴുവൻ സത്യമാണ്. വലിഖാഉഹു ഹഖ്ഖുൻ, അവനെ നാളെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുക എന്നതും സത്യമാണ്. വറുസുലുഹു ഹഖ്ഖുൻ, ഒക്കെ അല്ലാഹുമായി ബന്ധപ്പെട്ടതുകൊണ്ടെല്ലാം അല്ലാഹു അറിയിച്ച് അല്ലാഹു അയച്ചവരാണ് അവന്റെ പ്രവാചകന്മാർ, അവരും സത്യമാണ്. അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ വകുതുബുഹു ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ മുഴുവനും സത്യമാണ്. വദീനുഹു ഹുവൽ ഹഖ്, അവൻ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമാകുന്ന ദീന് അത് മാത്രമാണ് സത്യം. അങ്ങനെ ഏതൊരു കാര്യം അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്നുവോ എല്ലാം ഹഖാകുന്നു. ഈ ഒരു വിശ്വാസം സത്യവിശ്വാസിയിൽ നിലനിൽക്കുമ്പോൾ അവൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഹഖായ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിലകൊള്ളുന്നത് ഹഖിലാണ്, ബാത്തിലല്ല ഞാൻ നിലകൊള്ളുന്നത്. അപ്പോൾ ഹഖിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ, ബാത്തിലുകൾ തന്റെ വിശ്വാസത്തിലേക്കോ കർമ്മത്തിലേക്കോ പ്രവൃത്തിയിലേക്കോ ഏതെങ്കിലും നിലക്ക് കടന്നു വരാതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടി ഒരു മുഅ്മിനെ പ്രേരിപ്പിക്കാൻ ഈ ഹഖ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഈ നാമത്തെ ഗ്രഹിക്കുന്നതിലൂടെ ഒരു വിശ്വാസി അതിനുവേണ്ടി പ്രയത്നാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശ്വാസം തന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിർത്താൻ, അഥവാ മുസ്ലിം ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവുമായി ബന്ധപ്പെട്ടതെല്ലാം ഹഖാണെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, താൻ ഹഖിലാണെന്ന ബോധം തന്റെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിക്കാൻ, അല്ലാഹു ഒഴികെയുള്ള മുഴുവൻ ആരാധകരും ബാത്തിലാണ്, പടച്ചതമ്പുരാൻ മാത്രമേ ഹഖുള്ളൂ എന്ന വർത്തമാനം അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യതഹജ്ജദു ഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു ലക മുൽകുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന ولك الحمد أنت نور السماوات والأرض ولك الحمد أنت ملك السماوات والأرض ولك الحمد أنت الحق ووعدك الحق ولقاءك حق وقولك حق والجنة حق والنار حق النبي حق محمد صلى الله عليه وسلم حق والساعة حق. സുദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗമാണ് കേൾപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂല് രാത്രിയിൽ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ അവിടുത്തെ രാത്രി നമസ്കാരം ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും, ആകാശഭൂമികളുടെ മുഴുവൻ നീയാണല്ലോ, ഇവയിലുള്ള മുഴുവൻ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നതും നീയാണ്, പ്രപഞ്ചമാകമാനമുള്ള വസ്തുക്കളുടെ അധികാരം നിനക്കാണ്, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും പ്രകാശം നീയാണ്, എല്ലാ വസ്തുക്കളുടെയും രാജാവ് നീയാണ്, നിനക്കാണ് സർവസ്തുതിയും. കാരണം അൻതൽ ഹഖ്, നീയാണ് സത്യം, അല്ലാഹ് മാത്രമാണ് സത്യം, നിന്റെ വാഗ്ദത്തം സത്യമാണ്, നിന്നെ നാളെ പരലോകത്ത് കണ്ടുമുട്ടണം എന്നതും സത്യമാണ്. വഖൗലുക ഹഖ്, നിന്റെ വാക്കുകൾ സത്യമാണ്. വൽ ജന്നത്തു, നീ ഞങ്ങളെ അറിയിച്ചിട്ടുള്ള വിശ്വാസികളായ ആളുകൾക്ക് ചെന്നു ചേരാനുള്ള കേന്ദ്രമെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള സ്വർഗമുണ്ടല്ലോ, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിയമനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തി ജീവിച്ച ധിക്കാരികൾക്ക് കിട്ടാനുള്ള നരകത്തെപ്പറ്റി നീ പറഞ്ഞിട്ടുണ്ടല്ലോ. വന്നാറു ഹഖുൻ, ആ നരകവും സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നു. നീ അയച്ചിട്ടുള്ളവൻ നബിയൂന ഹഖുൻ, അമ്പിയാക്കന്മാര് മുഴുവൻ സത്യമാണ്. അതിൽ അവസാനത്തെ നബിയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൻ, മുഹമ്മദ് നബിയും സത്യമാണ്. വസ്സാഅത്തു ഹഖുൻ, അന്ത്യനാളും സത്യമാണ്. ഈ ദിക്ർ അല്ലെങ്കിൽ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിശാ നമസ്കാരം ആരംഭിച്ചു
ആരംഭിക്കുന്നതിന് മുന്നോടിയായി തുടക്കത്തിലേ പറയാറുണ്ടായിരുന്നു എന്ന് സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് വിശ്വാസി ഇങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെട്ടതെല്ലാം ഹഖാണ് ഹഖാണ് എന്നിങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? എന്റെ നാഥൻ ഹഖ് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചതൊക്കെ ഹഖാണ്. ആ ഹഖായ കാര്യമനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നരകമാണ്, ആ നരകം സത്യമാണ്. ഞാൻ അതിനനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് കിട്ടാനുള്ള സ്വർഗം അത് സത്യമാണ്. അതിലൊക്കെ അടിയുറച്ച വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ എല്ലാം ഹഖാണ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ടത് മുഴുവൻ ഹഖാണ്. ഒരു ബാത്തിലും ഇസ്ലാമിലില്ല. അവന്റെ ദീനിൽ ബാത്തിൽ എന്ന് പറയുന്ന സംഗതിയേയില്ല. എല്ലാം ഹഖാണ്. ഞാൻ ഹഖിലാണ്. ആ ഹഖിൽ നീ എന്നെ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്നതാണ് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അവന്റെ അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഹഖാണ് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയിക്കുന്നതിലൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖാണ് എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഹഖിനെ അത് ജനങ്ങളോട് പറയുന്ന വിഷയത്തിൽ ഒരു നിലക്കും ലജ്ജ കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. ഹഖ് പറയുന്ന കാര്യത്തിൽ അല്ലാഹുവിന് ഒരു ലജ്ജയും ഇല്ല എന്ന് പറഞ്ഞാൽ പറയേണ്ട ഒരു കാര്യം പറയേണ്ട സ്ഥലത്ത് പറയുന്നതിൽ ലജ്ജ പാടില്ല. അത് ഹഖ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഹഖിനെ ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരുന്ന ഒരു സത്യം, അവനെക്കുറിച്ച് അവൻ സത്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ, അല്ലാഹു ഹഖാണെന്ന് വിശ്വസിക്കുമ്പോൾ, അല്ലാഹു അവന്റെ കിതാബുകളിലൂടെ അവന്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ഹഖനുസരിച്ച് നാം ജീവിക്കുകയും ആ ഹഖ് കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുക. തവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ്. സത്യമായ കാര്യങ്ങളെ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവരോട് ശക്തമായ ഭാഷയിൽ ഉപദേശിക്കുകയും ചെയ്യൽ, അത് മനുഷ്യന്റെ വിജയത്തിന് നിദാനമായ 4 കാര്യങ്ങളിൽ ഒന്നാകുന്നു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മനുഷ്യരുടെ മുഴുവൻ പരാജയത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുള്ളത് മനുഷ്യന് രക്ഷ നൽകണോ, മനുഷ്യന് നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടണോ, 4 കാര്യങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ടാകണം. ഒന്ന് ഈമാനാണ്, ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലാണ്, വതവാസൗ ബിൽ ഹഖ്, ഹഖിനെ പരസ്പരം ഉപദേശിക്കണം. കേട്ടോ, അല്ലാഹുവിങ്കൽ നിന്ന് മനസ്സിലായ ഹഖ്. അല്ലാഹ് എങ്ങനെയാ നമുക്ക് ഹഖ് അറിയിച്ചു തന്നത്? അവന്റെ പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ, ബോധകന്മാരിലൂടെ ഹഖ് നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നു. ആ ഹഖ് ഓരോരുത്തർക്കും അനുസരിച്ച് പ്രവർത്തിക്കാനുള്ളത് മാത്രമല്ല, അതറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ആ ഹഖിനെ ശക്തമായ നിലക്ക് തന്നെ പ്രചരിപ്പിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യൽ മനുഷ്യന്റെ മോചനത്തിനാവശ്യമായ സംഗതിയാകുന്നു. അതാണ് തവാസൗ ബിൽ ഹഖ്. ഈ ഹഖ് കൊണ്ട് ജനങ്ങളോട് ഉപദേശിക്കുമ്പോൾ ഏറെ ആവശ്യമായ ഗുണമാണ് സബർ. ഉടനെ പറഞ്ഞു തവാസൗ ബിസ്സബ്ർ, സബറും വേണം. ഹഖായ ഒരു കാര്യം മനസ്സിലാക്കി സ്വന്തം ഒരാൾ ചെയ്യാൻ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടാവില്ല, നമ്മളങ്ങനെ ജീവിച്ചാൽ മതി. പക്ഷേ ബാത്തിലിൽ ജീവിക്കുന്ന ഒരു സഹോദരനെ, ഒരു സഹോദരിയെ, അല്ലെങ്കിൽ ഒരാളെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആ ബാത്തിലിൽ നിന്ന് ഹഖിലേക്ക് കൊണ്ടുവരാൻ അത് അവരോട് ഉപദേശിക്കുമ്പോൾ നാം ആ ഹഖനുസരിച്ച് ജീവിക്കും പോലെ എളുപ്പമുള്ള സംഗതിയല്ലാതെ, താൻ പ്രവർത്തിക്കും പോലെ എളുപ്പമുള്ള സംഗതിയല്ല മറ്റൊരാളോട് ഈ കാര്യം പറഞ്ഞ് ഗ്രഹിപ്പിച്ചു കൊടുക്കൽ. ആളുകൾ വെറുതേക്കും, അതാളുകൾ ഇഷ്ടപ്പെടാതായേക്കും. ആ സമയത്തിൽ ഹഖിനെ നീ വെളിവാക്കാതെ മറച്ചു വെക്കാൻ പാടില്ല. ഹഖിനെ മറച്ചു വെക്കുന്ന ആളുകൾക്ക് ബാത്തിലുകൾ സമൂഹത്തിൽ ഇങ്ങനെ വിളയാട്ടം ആരംഭിക്കുമ്പോ ആ ബാത്തിലാണെന്ന് മനസ്സിലായിട്ടും ആ ബാത്തിലിനെതിരെ പ്രതികരിക്കാതെ ഹഖിനെ മറച്ചു വെക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ശിക്ഷ നമ്മൾ സൂറത്തുൽ ബഖറയിൽ നിന്ന് കേട്ടതാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ.
അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ള സത്യത്തെ അവൻ അവന്റെ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ കൃത്യമായി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തിട്ടുള്ള സത്യത്തെ അറിഞ്ഞുകൊണ്ടത് ജനത്തോട് പറയാതെ ആ ഹക്കിനെ ഒളിപ്പിച്ചു വെക്കുന്ന കക്ഷികൾ, ആ ഹക്ക് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാതെ ബാത്തിൽ ചെയ്യുന്ന ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് ഭൗതികമായ നേട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായേക്കാവുന്ന ഏതെങ്കിലും നിലക്കുള്ള പീഡനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടോ താൻ മനസ്സിലാക്കിയ ഹക്കിനെ പറയാതെ മൂടിവെക്കുന്ന ആളുകൾ, അള്ളാഹു പറയുന്നത് ഉലൈക കൂട്ടർ അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ലഅനത്താണ് അത്തരം ആളുകൾക്ക്. വയൽഅനുഹുമുൽ ലാഇനൂന, ശപിക്കുന്നവർ മുഴുവൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? ഇയാൾ ഹക്കറിഞ്ഞിട്ട് ഹക്ക് വെളിപ്പെടുത്തിയില്ല. ഹക്കായ റബ്ബിങ്കൽ ഹക്ക് മനസ്സിലാക്കിയിട്ട് അവനത് പറഞ്ഞില്ല. അതുകൊണ്ട് ശപിക്കുന്ന മനുഷ്യത്വമുള്ളവർ മുഴുവൻ അവനെ ശപിക്കും. ഏതുപോലെ ഒരു വലിയ അഗാധമായ പൊട്ടക്കിണർ മുമ്പിലുണ്ട്. അതിലേക്ക് പാപം കണ്ണു കാണാത്തൊരു അന്ധനായ മനുഷ്യൻ തപ്പിത്തടഞ്ഞിങ്ങനെ നടന്നു പോവുകയാണ്. ഈ കാഴ്ച രണ്ട് കണ്ണിനും ആരോഗ്യമുള്ള കാഴ്ചയുള്ള ഒരു മനുഷ്യൻ അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട്. ഈ പാവപ്പെട്ട അന്ധനായ മനുഷ്യൻ ഇങ്ങനെ വടിയും കുത്തി വേച്ച് നടന്ന് ഏതാനും വരെ ഇനി നടന്നുപോയാൽ അയാൾ പോയി ചാടുന്നത് ഭീകരമായ പൊട്ടക്കിണറ്റിലാണ് എന്ന കാര്യം ഈ അന്ധനായ മനുഷ്യൻ അറിയില്ല. പക്ഷേ കണ്ണുള്ള മനുഷ്യനത് കാണുന്നുണ്ട്. ആ മനുഷ്യൻ അത് പറയാതെ ആ മനുഷ്യൻ ഈ അന്ധനായ മനുഷ്യനോട്, ഹേ സഹോദരാ, നിങ്ങളിപ്പോ നടന്നു പോകുന്നത് ഒരു പൊട്ടക്കിണറ്റിലേക്കാണ്, അതിൽ ചാട്ടിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന ഹക്ക് ആ പാവപ്പെട്ട അന്ധനായ മനുഷ്യൻ വിവരിച്ചു കൊടുക്കാതെ മൂടിവെച്ചാലോ, ആ പാവപ്പെട്ട മനുഷ്യൻ ആ കിണറ്റിൽ വീണ് മരിക്കാനോ അപകടത്തിനോ സാധ്യമായി വന്നാൽ കാണുന്നവർ മുഴുവൻ പറയില്ലേ, ഈ മനുഷ്യനെ, ഇവനെ ശപിക്കില്ലേ, ഇവൻ എത്ര വൃത്തികെട്ടവനാണ്, ഇവൻ എന്തുമാത്രം ശപിക്കപ്പെട്ടവനാണ്, ഇതുമാത്രം കട്ടുത്തുറച്ച കല്ലായ ഹൃദയമാണ് ഇവന്റേത്, മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തവനാണല്ലോ ഇവൻ എന്നൊക്കെ പറയില്ലേ ഈ കണ്ട മനുഷ്യനെ? എന്താ അയാൾ ചെയ്ത തെറ്റ്? ഈ പാവപ്പെട്ട മനുഷ്യൻ നടന്നെടുത്തിട്ട് വീഴുന്നത് ആ കിണറ്റിലേക്കാണെന്ന് ഹക്ക് അയാൾക്ക് അറിയാം. പക്ഷേ അയാൾ അത് പറയാതെ മൂടിവെച്ചു. ഈ സാധുവിനെ അപകടത്തിൽ ചാടിച്ചു. ഇതിനേക്കാൾ ഗൗരവമല്ലേ സുഹൃത്തുക്കളെ, നമ്മൾ നടന്നു പോവുകയാണ്. ഈ സമൂഹത്തിലെ ഒരുപാട് മെമ്പർമാർ, അതിൽ നമ്മുടെ കുടുംബത്തിലെ മെമ്പർമാരുണ്ട്, അയൽക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അതേപോലെ തന്നെ ബന്ധുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്, സ്നേഹിതന്മാരുണ്ട്, പലരുമുണ്ട്. അവരൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ് നരകമാകുന്ന അഗാധമായ ഗർത്തത്തിലേക്ക്. അവരിൽ അന്ധവിശ്വാസികളുണ്ട്, ശിർക്ക് ചെയ്യുന്നവരുണ്ട്. ഒരു കാലഘട്ടത്തിലും നരകത്തിൽ നിന്ന് മോചനമില്ലെന്ന് അല്ലാഹു തആല പറഞ്ഞ മഹാപാപമായ ശിർക്ക് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കക്ഷികൾ, അവരെ അതിൽ നിന്ന് മാറ്റാനും അവർക്ക് ആ വഴി തെറ്റാണ് ജനങ്ങളെ, നിങ്ങൾ ഇപ്പൊ പോകുന്ന റൂട്ടിലൂടെ പോയാൽ മരണാനന്തരം നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നരകമാണ്, അഗാധമായ നരകത്തിന്റെ തീയാണ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കാതെ അവരിൽ നിന്ന് ഇങ്ങോട്ട് വല്ല ഭൗതിക നേട്ടങ്ങളും അവർ വെറുത്താൽ എനിക്ക് കുറഞ്ഞു പോകുമോ, അതല്ലെങ്കിൽ ഞാൻ അവരോട് കാര്യം പറഞ്ഞാൽ അവരിൽ നിന്ന് എനിക്ക് വല്ല പീഡനങ്ങളും ഉണ്ടായേക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ സത്യം പറയാതെ ഒരാൾ കൂടി വെച്ചാൽ അതാ അല്ലാഹു പറയുന്നത്, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു അക്കൂട്ടരെ ശപിക്കുന്നതാണ്, ശപിച്ചിരിക്കുന്നു. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവര് മുഴുവൻ ശപിക്കുന്നതാണ്. ആരൊക്കെ ശപിക്കും? മുഅ്മിനീങ്ങളൊക്കെ ശപിക്കും. അന്നാസ് വൽ മലായികത്തി വന്നാസ് അജ്മഈന, അല്ലാഹുവിന്റെ മലായികത്തുകളുടെ ശാപം അവൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സുഹൃത്തുക്കളെ മറ്റാരെയും കുറിച്ചാണ് പറയുന്നത് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ നമ്മെ സംബന്ധിച്ച് ഓർക്കണം. ഞാൻ മനസ്സിലാക്കി എന്റെ നാഥൻ ഹക്കായ റബ്ബാണ്. ആ ഹക്കായ റബ്ബ് അവതരിപ്പിച്ച ഖുർആൻ മുഴുവനും ഹക്കാണ്. ആ ഹക്കായ റബ്ബ് അവതരിപ്പിച്ച റസൂൽ ഹക്കാണ്. അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ച മുഴുവൻ ഹക്കാണ്. ആ ഹക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ജനത്തോട് പറയേണ്ട ബാധ്യതയും എനിക്കുണ്ട്. ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് ഞാൻ വഴിമാറിപ്പോയാൽ എന്നെപ്പറ്റി ആ റബ്ബി പറയുന്നത് അവർക്ക് എല്ലാ ശപിക്കുന്നവരുടെയും ശാപമാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ദാല്ലു അലൽ ഖൈരി മിസ്ല അജ്രി ഫാഇലിഹി,
അദ്ദാല്ലു അലൽ ഖൈരി, ഒരു ഖൈറിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യൻ, ഒരു ഖൈറിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന വഴി കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദാല്ലു അലൽ ഖൈരി കഫാഇലിഹി, ആ ഖൈർ ചെയ്തവനെ പോലെയാണ്. ഒരു ഖൈറിൽ നമ്മൾ ഒരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, ഒരു ഖൈറിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നു, ഒരു ഖൈറായ കാര്യം ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ആ നിർദ്ദേശമോ ഉപദേശമോ കേട്ടിട്ട് ഒരു ഹക്കായ മാർഗത്തിലേക്ക് ഒരാൾ വന്ന് അയാൾ ഒരു ഖൈറായ കാര്യം ചെയ്യുമ്പോ ഈ ഉപദേശിച്ചു കൊടുത്ത മനുഷ്യൻ കഫാഇലി, ആ ഖൈറായ പ്രവൃത്തി ചെയ്തവന് തുല്യമാകുന്നു. അത്ര വലിയ പുണ്യം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, നേരിന്റെ മാർഗം, ഹക്കായ മാർഗം മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയ മാർഗത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നത്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്, അതൊന്നും പ്രസംഗിച്ചിട്ടല്ല, ലേഖനം എഴുതിയിട്ടല്ല, കത്തിന്റെ വഴിയിലൂടെയാവാം, നമ്മുടെ ടെലിഫോൺ സംഭാഷണത്തിലൂടെയാകാം, കൂടെ യാത്ര ചെയ്യാൻ ലഭിക്കുന്ന ഒരു യാത്രികനോടൊപ്പം സംസാരിച്ചിട്ടാവാം, സ്വന്തം റൂമിൽ തന്നോടൊപ്പം റൂം പങ്കിടുന്ന സഹോദരനോട് ഏതാനും ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാവാം. ഏത് രൂപത്തിലാണെങ്കിലും ആ മാർഗത്തിലേക്ക് ഒരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത്തരത്തിൽ ആ ഹക്കിലേക്ക് അത് മറച്ചു വെക്കാതെ അത് ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മനുഷ്യൻ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി അതാ പ്രപഞ്ചത്തിലുള്ള ഏതാണ്ട് എല്ലാ വസ്തുക്കളും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഹത്തൽ ഹൈതാനു ഫിൽ ബഹരി, സമുദ്രത്തിലെ മത്സ്യങ്ങളടക്കം, സമുദ്രത്തിലെ മത്സ്യങ്ങളടക്കം, അതേപോലെ തന്നെ മാളങ്ങളിൽ കഴിയുന്ന ഉറുമ്പുകളടക്കം, മാളങ്ങളിലുള്ള ഉറുമ്പുകളും സമുദ്രത്തിൽ കഴിയുന്ന മത്സ്യങ്ങളും അതേപോലെ തന്നെ ഇവിടെയുള്ള വസ്തുക്കളുമെല്ലാം ഹക്കായ മാർഗം മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായി ജനത്തിനോട് പറയുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു, അയാളുടെ നന്മയ്ക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ഹദീസിൽ കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ബാധ്യതയാണത്. നാം ഹക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഹക്ക് നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ടവരോട് ആദ്യം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹക്കായ പടച്ച റബ്ബിൽ നിന്ന് ഹക്കം കിട്ടിയപ്പോ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, വഅൻസിർ അശീറതകൽ അഖ്റബീൻ, ഓ നബിയെ, നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം, ഈ ഹക്കായ കാര്യം കൊണ്ട് നിങ്ങൾ താക്കീത് നൽകണം. ആർക്ക്? അശീറതകൽ അഖ്റബീന, താങ്കളോട് ഏറ്റവും കൂടുതൽ അടുത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ അവരോട് പറയണം. ഇവിടെ മുതൽ തുടങ്ങിയാണ്. ഹക്കനുസരിച്ച് ജീവിച്ച ഹക്കിലേക്ക് തന്റെ വലയത്തുള്ള ആളുകളോടൊക്കെ എങ്ങനെയാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെ പറയുക. ഇതൊക്കെ ഹക്ക് മനസ്സിലാക്കിയ ഒരാളുടെ ബാധ്യതയാണ്. കാരണം അവൻ ഹക്കായ റബ്ബിന്റെ അടിമയാണ്. എന്റെ നാഥൻ ഹക്കാണ്, അല്ലാഹു ഹക്കാണ്, അവരുമായി ബന്ധപ്പെട്ടതെല്ലാം ഹക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരടിമ, ആ അടിമ അവൻ മനസ്സിലാക്കേണ്ടത് എന്റെ നാഥൻ ഹക്കാണെങ്കിൽ ആ ഹക്ക്, അവൻ പഠിപ്പിച്ച സത്യം, അത് ലോകത്തെ മുഴുവൻ പ്രചരിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന കണ്ണികളിൽ ഒരു കണ്ണിയായി ഞാനും മാറണം. ആ പ്രതീക്ഷ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം, അതിന് നമ്മെ പ്രേരിപ്പിക്കണം സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഈ നാമത്തെ അറിയുന്നതിലൂടെ, വിശ്വസിക്കുന്നതിലൂടെ. അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മറ്റൊരു നാമം അൽ വക്കീൽ, അതേപോലെ തന്നെ അൽ കഫീൽ. വക്കീൽ എന്ന നാമം 14 തവണ അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. കഫീൽ എന്നത് ഒരു തവണയും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും സൃഷ്ടികൾക്ക് പ്രയോഗിക്കുന്ന പദങ്ങളാണ്. വക്കീൽ എന്ന് നമ്മൾ പറയാറുണ്ട്, കഫീൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ വക്കീലാണ്, അവൻ കഫീലാണ് എന്നൊക്കെ പറയുമ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആത്യന്തികമായി എല്ലാ കാര്യങ്ങളും നമുക്ക് വരമേൽപ്പിക്കപ്പെടാനും നിർഭയത്തോടുകൂടെ എന്തും ഏൽപ്പിച്ചാൽ പരാജയപ്പെടില്ല ഞാനെന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി എന്തും ഏൽപ്പിക്കാവുന്ന വക്കീല്, എനിക്ക് എല്ലാ നിലക്കുള്ള സംരക്ഷണവും നൽകുന്ന ഏക വക്കീല് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. അള്ളാഹുവിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ ഈ പേരുകളൊക്കെ അധികം പറയുന്നത്. തവക്കുലിന്റെ കാര്യം പറയുന്നിടത്താണ് അള്ളാഹു ഈ നാമത്തെ പലപ്പോഴും ചേർത്ത് പറയുന്നത്.
വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വകീലാ. വതവക്കൽ അലല്ലാഹി, നീ അല്ലാഹുവിൽ തവക്കുലാക്കിക്കോ. വകഫാ ബില്ലാഹി വകീലാ, ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അല്ലാഹു മാത്രം മതി. അല്ലാഹു മാത്രം മതി ഭരമേൽപ്പിക്കപ്പെടുന്നവനായി. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു ഇതിലൂടെ പറയുന്നത്, തവക്കൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ തവക്കുലാക്കിക്കോ. ആരിൽ? നീ അല്ലാഹുവിൽ തവക്കുലാക്കിക്കോ. ഏത് നിലക്ക്? വഫവ്വിദ് അൻത അംറക ഇലല്ലാഹി വസിഖ് ബിഹി ഫീ ഉമൂരിക, നിന്റെ എല്ലാ കാര്യങ്ങളിലും നീ അല്ലാഹുവിനെ ഏൽപ്പിച്ചോ. അല്ലാഹുവിനെ ഏൽപ്പിക്കുന്ന ഒരു വിഷയത്തിലും നിനക്ക് മനസ്സിന് സംഘർഷം തോന്നേണ്ടതില്ല. പടച്ചോനെ ഏൽപ്പിച്ചാൽ അതതിന്റെ ഖൈറായ നിനക്ക് സംഭവിക്കുന്നില്ല. ആ നിലക്കുള്ളൊരു തവക്കുലിനെ സൂചിപ്പിക്കുന്ന നാമമാണ് വക്കീൽ. അപ്പൊ അള്ളാഹുവിനെ വക്കീൽ അല്ലാത്തൊരു പേരിന്റെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ അള്ളാഹു വക്കീലാണ് എന്ന് പറയലല്ല. നമ്മുടെ ബാധ്യത എന്താണ്? ഏത് പ്രതിസന്ധിയിലും പ്രശ്നത്തിലും മനസ്സ് പതറാതെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ, അതിന് മാത്രം ഭരമേൽപ്പിക്കപ്പെടാൻ മാത്രമുള്ള ശക്തിയുള്ള നാഥനാണ് എല്ലാം തികഞ്ഞ വക്കീല്. എനിക്കെല്ലാം തരുന്ന കഫീൽ അല്ലാഹുവാണ്. ഏത് പ്രതിസന്ധി വരുന്ന ഘട്ടത്തിലും വിശ്വാസികൾ അതാണ് പറയേണ്ടത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹ് മതി. കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല ഏൽപ്പിക്കപ്പെടാവുന്ന വക്കീൽ അല്ലാഹു തന്നെ. ഇത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ഓരോരുത്തരും പറയുമ്പോ പറയാം, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, ഏൽപ്പിക്കപ്പെടാവുന്ന എത്ര നല്ലവനാകുന്നു അവൻ. ഈ ഒരാശയം നോക്കൂ സുഹൃത്തുക്കളെ. ഏറ്റവും പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ മഹാന്മാരായ മഹാന്മാരായ പ്രവാചകന്മാരും അതേപോലെ തന്നെ സഹാബിമാരുമൊക്കെ അല്ലാഹുവിൽ തവക്കുലാക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഈ വചനം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് ശത്രുക്കൾ എറിഞ്ഞപ്പോ എന്താ ഉടനെ അദ്ദേഹം അവിടെ എത്തിയ ഉടനെ പറയുന്നത് എന്താണെന്നറിയോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എനിക്ക് അല്ലാഹു മതി, നമ്മൾക്ക് അല്ലാഹു മതി. ഏൽപ്പിക്കപ്പെടാൻ എത്രയോ നല്ലവൻ അവനാണല്ലോ. നോക്കൂ നിങ്ങൾ, ആ തവക്കുലാക്കുന്ന തവക്കുലിന്റെ ബോധം നോക്കൂ നിങ്ങൾ. അത് ഏറ്റവും വലിയ തവക്കുലാക്കാൻ കെൽപ്പുള്ള മനുഷ്യനെ ആ സമയത്ത് അതിന് കഴിയൂ. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയാമോ താൻ തീയിലേക്ക് എറിയപ്പെട്ടാലും തന്റെ രോമകൂപത്തിന് പോലും ഒന്നും സംഭവിക്കില്ല എന്ന് അറിഞ്ഞിട്ടൊന്നല്ല പോയി വീഴുന്നത്. അങ്ങനെയെന്നാ ചില ആളുകൾ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എല്ലാം അറിയാമായിരുന്നു, എല്ലാ പറഞ്ഞ കാര്യങ്ങളും ഇബ്രാഹിം നബിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്ന കക്ഷികളുണ്ട്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരീക്ഷണം അതാ തീക്കുണ്ടാരത്തിലേക്ക് അങ്ങ് എടുത്തെറിയപ്പെട്ടു. ആ അവസരത്തിൽ മഹാനവറുകൾ ഉടനെ പറയുന്നു, ഹസ്ബുനല്ലാഹ്, അല്ലാഹ് മതിയല്ലോ എനിക്ക്. നിഅമൽ വക്കീൽ, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെടാൻ എത്ര നല്ലവനാണവൻ. ആ ഉറച്ച വിശ്വാസം അങ്ങ് പറഞ്ഞപ്പോഴേക്കതാ റബ്ബുത്തരം കൊടുത്തില്ലേ, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. തീയിനോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, തീയെ നീയായി തീർന്നോളൂ. ബർദൻ വസലാമൻ അലാ ഇബ്രാഹീമ, ഇബ്രാഹീമിന്റെ പേരിൽ നീ തണുപ്പായിക്കോ, രക്ഷയായിക്കോ എന്ന് തീക്ക് അല്ലാഹുവിന്റെ കൽപ്പന കിട്ടുന്നു. നിങ്ങൾ പടച്ചതമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സഹായിക്കുകയാണ്, എന്നെ അല്ലാഹ് കൈവിടില്ല എന്ന ഉറച്ച ബോധം അവസാന ഘട്ടത്തിലാണ് പറയുന്നത്. നോക്കണം, കാരണം തീയിലെറിയപ്പെട്ടു ഇനിയിപ്പോ ഞാൻ ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നല്ല നമ്മൾ ചിന്തിക്കുക. പക്ഷേ ആ തീയിൽ വന്ന് വീണപ്പോഴും ചിന്ത എന്താണ്? ഇവിടുന്നും ഈ ഘട്ടത്തിലും എത്ര വലിയ പ്രതിസന്ധിയിലും അപകടഘട്ടത്തിലുമാണെങ്കിലും എനിക്ക് എന്റെ റബ്ബുണ്ട്, അവൻ മതി. ആ ഉറച്ച വിശ്വാസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തുണയായി അല്ലാഹു രക്ഷ നൽകി. അതേപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടല്ലോ, നമുക്കറിയാം ആ ചരിത്രം.
ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് ശത്രുക്കൾ ഒരു വിജയിച്ച വിജയത്തിന്റെ പേരിയുമായി ഉഹദിൽ നിന്നും മടങ്ങുകയാണ്. മടങ്ങുമ്പോ അവര് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഉടനെ തിരിച്ചു വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരും പ്രവാചകനും ഉഹദ് യുദ്ധത്തിന്റെ ആ കയ്പുനീര്, ഉഹദ് യുദ്ധത്തിന്റേതായ പരാജയത്തിന്റെ കയ്പുനീരും കുടിച്ച് മടങ്ങിപ്പോരുകയാണ്. അങ്ങനെ മടങ്ങിപ്പോരുന്ന നേരത്ത് അതാ മക്കയിൽ നിന്ന് വീണ്ടും ഒരു പ്രചരണം ഇവരുടെ ഭാഗത്തേക്ക് വരുന്നു. എന്താ? ശക്തമായ ഒരു സൈന്യത്തെയും കൂട്ടി അബൂ സുഫിയാൻ വീണ്ടും മക്കയിൽ നിന്ന് വരുന്നുണ്ട്. ഈ പരാജയപ്പെട്ട് മനസ്സ് വേദനിച്ചു നിൽക്കുന്ന സഹാബിമാരുടെ മനസ്സിലേക്ക് ഇതിന് കേട്ടാലുള്ള സ്ഥിതി എന്താണ്? വഹദിന് പരാജയപ്പെട്ട് മടങ്ങുമ്പോഴാണ് വിവരം കിട്ടുന്നത് വലിയ ഒരു ടീം മക്കത്തുനിന്ന് വരുന്നുണ്ട്. എന്തിന്? ഈ പരാജയപ്പെട്ട സഹാബിമാരോട് ഇനിയും യുദ്ധം ചെയ്യാൻ, അവരെ ഇനിയും തകർക്കാൻ, അവരെ കൂടുതൽ ബലഹീനരാക്കാൻ വമ്പിച്ച ഒരു സൈന്യം വരുന്നു എന്നൊരു പ്രചരണം മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്കങ്ങ് പ്രചരണം അഴിച്ചുവിട്ടു. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. എന്താ ഇവിടെ പറയുന്നൊരു സുഹൃത്തുക്കളെ, ഈ നിലക്ക് പരാജയപ്പെട്ട് ദുർബലരായി മടങ്ങിപ്പോരുന്ന നേരത്ത് ആലോചിച്ചു നോക്കുക, ആ സമയം എന്തായിരിക്കും? ഒരു യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ടിട്ട് പോയാണ്. 10-70ഓളം സഹാബിമാര് വഫാത്തായിട്ടുണ്ട്, ഷഹീദുകളായിട്ടുണ്ട്, ധാരാളം ആളുകൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങണ മദീനത്തേക്ക്. ആ അവസരത്തിലാണ് ഈ കേൾക്കുന്നത്, ഇതാ വരുന്നു മറ്റൊരു സംഘം. എന്തിന്? ഈ ദുർബലരായ നമ്മളുമായിട്ട് ഏറ്റുമുട്ടാൻ. ഇതോട് കേൾക്കുമ്പോ എന്തായിരിക്കും വിശ്വാസികളുടെ മനസ്സിലുണ്ടാവുക? സാധാരണഗതിയിൽ മനുഷ്യൻ ആ പതറിപ്പോകുന്ന രംഗമാണത്. എല്ലാം കൂടി തളർന്നിരിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു പരീക്ഷണം കൂടി വരുന്നു. ആകെ കൂടി ദുർബലരായിരിക്കുന്ന നേരത്ത് വേറൊരു പരീക്ഷണം വരുന്നു എന്നറിയുമ്പോ താൻ ആർക്കാണ് കഴിയുക? സുഹൃത്തുക്കളെ, ജീവഹാനി വരുത്താനല്ലേ ശ്രമിക്കുക. ഇനി എന്തിന് നമ്മൾ ജീവിക്കണം? കൂട്ടത്തോടെ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ശത്രുവിന്റെ കരങ്ങളിലൂടെ കൊല്ലപ്പെടുന്നതിനേക്കാൾ അതാണ് നല്ലത് എന്നൊക്കെയല്ലേ ചിന്തിക്കുക പൊതുവെ മനുഷ്യൻ. പക്ഷേ നിങ്ങൾ നോക്കൂ, അവരുടെ തവക്കുലിന്റെ ബോധം, അല്ലാഹു ഉണ്ട് എന്ന ബോധം. ജനങ്ങൾ പറയുന്നു, അല്ലദീ ഖാല ലഹുമുന്നാസു, ജനങ്ങൾ അവരോട് വന്ന് പറഞ്ഞു, ഇന്നാസ ഖദ് ജമഉ ലക്കും, ഇതാ വമ്പിച്ച സൈന്യം മക്കത്തെന്ന് നിങ്ങളുമായി ഏറ്റുമുട്ടാൻ വരുന്നു. അതുകൊണ്ട് ഫഖ്ശൗഹും, നിങ്ങൾ അവരെ പേടിച്ചുകൊള്ളണം, അവരെ പേടിച്ചോളിൻ എന്നിങ്ങനെ വിളിച്ചു പറയപ്പെടുകയാണ്. ആ പ്രചരണം ഇങ്ങനെ സഹാബിമാർക്കിടയിൽ കൊടുമ്പിരി കൊള്ളുമ്പോ അവര് പതറിയോ ഇല്ല. ഫസാദഹും ഈമാനാ, ആ പ്രചരണവും ആ ദുഷ്പ്രചരണവും അവരുടെ മനസ്സിൽ എന്താണ് വർദ്ധിപ്പിച്ചത്? ഈമാനാണ് വർദ്ധിപ്പിച്ചത്. അവർക്ക് ഈമാൻ കൂടി, പതറിയില്ല. എന്നിട്ട് അവർ ഉടൻ പ്രഖ്യാപിക്കുകയാണ്, വഖാലൂ, അവരവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, മുഴുവൻ അവരൊന്നംഗം പ്രഖ്യാപിക്കുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹുണ്ട്. ഏത് ധിക്കാരി വരട്ടെ, എത്ര വലിയ ശക്തന്മാരും വരട്ടെ, എത്ര വലിയ സൈന്യവ്യൂഹവും വന്നോട്ടെ, ഞങ്ങൾക്ക് അല്ലാഹുണ്ട്. വനിഅമൽ വകീൽ, ഞങ്ങളുടെ ഏത് കാര്യവും ഏൽപ്പിക്കാൻ മാത്രം നല്ലവനാണവൻ, വരമേൽപ്പിക്കപ്പെടാൻ മാത്രം എത്ര നല്ലവനാണവൻ, എത്ര നല്ല വക്കീലാണവൻ എന്നവരൊന്നടങ്കം പ്രഖ്യാപിക്കുന്നു. എന്തേ സംഭവിച്ചത്? അവരുടെ ആ ദൃഢമായ നിശ്ചയത്തിന്റെ മുമ്പിൽ ശത്രുക്കളുടെ പ്രചരണം പതറി. ഇവർക്ക് ബോധ്യമായി ഇവര് പതറുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് തുടങ്ങിയവരെ സൈന്യം വഴിക്ക് വെച്ച് അങ്ങോട്ട് തന്നെ മടങ്ങിയ ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ഈ വിശ്വാസികൾക്ക് അവരുടെ ഈ തവക്കുൽ ബോധം കൊണ്ട് എന്താ കിട്ടിയ നേട്ടം? ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ, അല്ലാഹുവിൽ നിന്നുള്ള ധാരാളം നിഅമത്തും ഔദാര്യവും കൊണ്ടാണ് അവർ മടങ്ങിയത്. അവർക്ക് ഒരാപത്തും ബാധിച്ചില്ല. അല്ലാഹുവിന്റെ തൃപ്തിയെ അവർ പിൻപറ്റുകയും ചെയ്തു.
ഇങ്ങനെ അള്ളാഹു അവരെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതായി സൂറത്ത് ആലി ഇംറാനിലെ 173, 174 മുതൽക്കുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയൊക്കെ സുഹൃത്തുക്കളെ നമുക്കുള്ള പാഠം എന്താണെന്നറിയോ? അള്ളാഹുവിനെ വക്കീലാണെന്ന് വിശ്വസിച്ച് കഴിയുന്ന നമുക്കുള്ള പാഠം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ അള്ളാഹുവിൽ തവക്കുലാക്കാനുള്ള ഒരു ഈമാൻ വേണം. അത് പറയാൻ എന്താ എളുപ്പാന്നറിയോ? ഇത് എഴുതാനെന്ത് എളുപ്പാന്നറിയോ? പക്ഷേ ഇന്ന് മനുഷ്യനിൽ ഈ ഒരു ബോധം കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ലോകമാകെ ഇന്ന് സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ. എല്ലാവർക്കും ടെൻഷനാണ്, സംഘർഷമാണ്. എന്താ കാരണം? അവർ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഉറപ്പ് കിട്ടുന്നില്ല, പതറിപ്പോവുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ മുന്നിൽ പതറുകയാണ്. അവിടെ അവന്റെ മനസ്സ്, അല്ലാഹ് എനിക്ക് നീയില്ലേ, ഹസ്ബി അല്ലാഹ്, എനിക്ക് നീ മതി, അല്ലാഹ് നീ മതി എനിക്ക്, അല്ലാഹ് നീ എനിക്ക് എത്രയോ മതിയായവനാണ്, നിഅമൽ വക്കീൽ എന്ന് പറയാനുള്ളവർ ആർജവമില്ലാത്തത് കൊണ്ടല്ലേ തൂങ്ങിത്താവുന്നത്? അതിന് കഴിയാത്തത് കൊണ്ടല്ലേ റെയിൽപാളത്തിൽ തലവെക്കുന്നത്? അതിന് കഴിയാത്തത് കൊണ്ടല്ലേ വിഷം പിടിച്ച് ചാവുന്നത്? അതിന് കഴിയാത്തത് കൊണ്ടല്ലേ പരസ്പരം കലാപമുണ്ടാക്കുന്നത്? അപ്പൊ ഈ തവക്കുലിന്റെ ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബാക്കി അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നതിനാ തവക്കുൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുള്ളൊരു സംഗതിയാണ്. തവക്കുലാക്കാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്നും ചെയ്യാതെ ഇതൊക്കെ അള്ളണ്ട് എന്നിങ്ങനെ ഇരിക്കലാണ്. അല്ല, ഒരു മനുഷ്യൻ അവനെ കൊണ്ട് കഴിയുന്ന, അഥവാ അല്ലാഹു അവൻ ഓരോ കാര്യങ്ങളും കിട്ടാൻ വേണ്ടി കുറെ കാര്യങ്ങൾ അവന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ പരിശ്രമിച്ച് ആ പരിശ്രമത്തിന്റെ വിജയത്തിന് വേണ്ടി അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന രീതിക്കാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരു പക്ഷിയുടെ പ്രവർത്തനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചു. യഥാർത്ഥത്തിലുള്ള തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയോട് ഉപമിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പക്ഷികളതാ അവയുടെ കൂടുകളിൽ നിന്ന് ഒഴിഞ്ഞ വയറുമായി പുറത്തിറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് ആ പക്ഷി രാത്രി വൈകുന്നേരം തിരിച്ചു വരുന്നത് ബിത്വാന, നിറവയറുമായിട്ടാണ്. ഇതേപോലെ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണമെന്ന് പക്ഷി തവക്കുലാക്കി കൂട്ടിലിരുന്നിട്ടില്ല, പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴാ കിട്ടിയ ഭക്ഷണം. ഇതേപോലെ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഓരോന്നിലും ചെയ്യണം. ബാക്കി മറ്റു കാര്യങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. അല്ലാഹുവിൽ തവക്കുലാക്കുന്നു. എത്രയോ സംഗതികളില്ലേ? ഒരു കൃഷിക്കാരന് ഒരു പറമ്പ് വാങ്ങാൻ സാധിക്കും, വാങ്ങിയിട്ടതിലേക്ക് വെള്ളമടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കലപ്പ കൊണ്ട് ഉഴുതുമടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൽ വളം ചേർക്കാൻ സാധിക്കും, മണ്ണ് കൊണ്ടുവന്നിടാൻ സാധിക്കും, വിത്തിറക്കാനും സാധിക്കും. ഇതൊക്കെ അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവുകളാണ്. പക്ഷേ കുറച്ചപ്പുറത്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പരിധി തീരെ അവസാനിച്ചു. എന്തേ? ഇതൊക്കെ ചെയ്യാനേ അവന് കഴിയൂ. ബാക്കി ഇനി ഇത് മുളപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരെ കൊണ്ട് സാധിക്കും? മുളപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കും? അപ്പൊ തന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ പടച്ചവനെ ഞാൻ ചെയ്തു, ഇനി നിന്നിലാണ്. വിത്ത് മണ്ണിലേക്ക് അങ്ങ് എറിഞ്ഞു പോരുകയല്ലാതെ ആ വിത്ത് മുളക്കുമോ അതോ മണ്ണിലേക്ക് കണ്ടുപോകുമോ? അത് നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനുമുള്ള പവർ ഒരു മനുഷ്യന്റെ കയ്യിലും ഇന്നേരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കുന്നതുമല്ല. അത് അല്ലാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്. അത്തരത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് ബാക്കി അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്ന രീതിക്കാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും വേണം. ആ തവക്കുലാക്കാനുള്ളൊരു ചിന്താഗതി, തവക്കൽതു അലല്ലാഹ്, ഞാനൊക്കെ അല്ലാഹുവിൽ ഏൽപ്പിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അല്ലാഹുവിനെ ഈ നാമം ഓർമ്മിക്കുന്നു നമ്മൾ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാം ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ തവക്കുലാക്കേണ്ട നിലക്ക് എല്ലാ ഘട്ടത്തിലും എന്തും ഏൽപ്പിക്കാൻ പറ്റാവുന്ന വക്കീലാണ് ആര്? അല്ലാഹു. അതാണ് പടച്ചതമ്പുരാന്റെ ആ നാമം നമുക്കറിയിച്ചു തരുന്നത്. അതേപോലെ സുഹൃത്തുക്കളെ, കഫീൽ എന്നതും സംരക്ഷണം നൽകുന്ന, സ്ഥായിയായ സംരക്ഷണം നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എല്ലാ നിലക്കും അവൻ എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. എന്റെ ഏത് പ്രശ്നത്തിലും അവൻ ഏത് കാര്യത്തിലും അവൻ എനിക്ക് തുണയായിട്ടുണ്ട്. ഈ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, നമുക്ക് പതറാതെ നമ്മുടെ മനസ്സിൽ ഒരളവോളം നമുക്ക് നമ്മുടെ മനസ്സിന്റെ സംഘർഷങ്ങൾ അയവ് വരുത്താനും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനും സാധിക്കും. എന്ത് വരുന്നതെല്ലാം ഖൈറിനാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. അല്ലാഹുവിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ ഒക്കെ അവന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും കൈമൽ എന്തെങ്കിലും കെട്ടിയാൽ അവൻ അതിലേക്ക് തവക്കുലാക്കി. ചരട് കെട്ടുന്നതും
ഏലസ് കെട്ടുന്നതും നറുക്കുന്നതുമൊക്കെ അതിലേക്ക് തവക്കുലാക്കി പോവുകയാണ്. വീടിന്റെ സംരക്ഷണത്തിന് വേണ്ടി വീടിന്റെ 4 മൂലയിലും കുപ്പി തൂക്കുന്നവൻ, അതേപോലെ തന്നെ ചില മരക്കഷ്ണങ്ങൾ തൂക്കിയിടുന്നവൻ, തകിടുകൾ തൂക്കിയിടുന്നവൻ, അതിലേക്കാണ് തവക്കുലാക്കിയത്. സൂപ്പർ മാർക്കറ്റിലെയും ഗ്രോസറിയുടെയും കഫറ്റീരിയകളുടെയും ചുമരുകളിൽ തകിടിൽ കുറെ നറുക്കുകളും കളികളും വരകളും ഒക്കെ വരച്ചിട്ട് ഇനിയുടെ എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നവും സംഭവിക്കുന്നതല്ല, ഇതിവിടെ ഉള്ളിടത്തോളം എന്ന് വിചാരിക്കുന്നവൻ ഉക്കിലൈഹി ഇതിലേക്കാ തവക്കുലാക്കിയത്. പടച്ച തമ്പുരാനിൽ തവക്കുലാക്കുന്നവൻ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതിയല്ലോ, വനിഅമൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കപ്പെടാൻ മാത്രം എത്രയോ നല്ലവൻ അവനല്ലോ. ആ ബോധമുള്ളവനൊന്നും കേട്ടും വേണ്ട, ഒന്നും എഴുതി വെക്കും വേണ്ട, ഒന്നും വേണ്ട. അള്ളാഹു അനുവദിച്ചിട്ടുള്ള സംഗതികളിൽ അവൻ എന്ത് ചെയ്യുന്നു? അച്ചതമ്പുരാൻ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവന് ഖൈറ് കിട്ടിയാലും ശർറ് കിട്ടിയാലും അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. കാരണം എല്ലാം എന്റെ നാഥന്റെ തീരുമാനമാണ്, അവന് ഞാൻ ഏൽപ്പിച്ചതല്ലേ, അവന്റെ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കൂ, ഞാൻ ഇത് വിചാരിച്ചിട്ടെന്താണ്, ഇതിലപ്പുറം ഒന്നും നടക്കില്ലല്ലോ. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് അവനാണ് യഥാർത്ഥത്തിലുള്ള വക്കീൽ, അവനാണ് യഥാർത്ഥത്തിലുള്ള കഫീൽ എന്ന് വിശ്വസിക്കുമ്പോ ലോകത്തുള്ള മറ്റു വക്കീലുകളല്ല, മറ്റു കഫീലുകളല്ല, എന്റെ കഫീൽ അള്ളാഹാണ്. ഒരു കഫീൽ, ദുനിയാവിലെ ഒരു കഫീൽ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ബേജാറാവേണ്ടതില്ല. എത്രയെത്ര കഫീലുമാര് പക്ഷം തരും. ഏറ്റവും വലിയ കഫീൽ അള്ളയല്ലേ, വലിയ വക്കീൽ അള്ളയല്ലേ. ഒരു വക്കീൽ പറയുന്നു കേസിൽ നിങ്ങൾ പരാജയപ്പെടും, ആ വക്കീലല്ലല്ലോ, ആ ഏൽപ്പിച്ചത് മെയിൻ വക്കീലാണ്. ഇങ്ങനെ ഓരോന്നിലും മനുഷ്യന്റെ ഏത് പ്രശ്നങ്ങളിലും അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് അള്ളാഹുവിന്റെ ഈ വിശ്വാസം. വക്കീലാണ് നാഥൻ, കഫീലാണ് നാഥൻ, അവന്റെ അടിമയാണ് ഞാൻ, അവൻ എന്നെ ഒരിക്കലും കൈയൊഴിയുകയില്ല, അവനെ ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ മക്കളുടെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, എന്റെ ജോലിയുടെ കാര്യം, എന്റെ ദീനിന്റെ കാര്യം എല്ലാം അങ്ങനെ ഏൽപ്പിക്കുന്നതോടൊപ്പം ഞാൻ ചെയ്യേണ്ടതൊക്കെ ഒരു ഭാഗത്ത് ഞാൻ ചെയ്യുകയും ചെയ്യുന്നു. റബ്ബിലേക്ക് എപ്പോഴും തവക്കുലും ചെയ്യുന്നു. ഇതിലൂടെ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം, അതിലൂടെ ഉണ്ടാകുന്ന മനസ്സമാധാനം മറ്റൊന്നിലൂടെയും ഒരു മനുഷ്യനും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. എഴുന്നേൽക്കൂ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മറ്റു പേരുകളിൽ പെട്ടതാണ് അൽ ഖദീർ, അതുപോലെ അൽ ഖാദിർ, അൽ മുഖ്തദിർ, എല്ലാം അള്ളാഹുവിന്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. ഖാദിർ കഴിവുള്ളവൻ, അൽ ഖദീർ എല്ലാത്തിനും കഴിവുള്ളവൻ, അൽ മുഖ്തദിർ ഒക്കെ അതേ ആശയങ്ങളാണ്. 12 തവണ അൽ ഖാദിർ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലുണ്ട്. 45 തവണ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന ഖദീർ നാമം 45 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. അൽ മുഖ്തദിർ എന്ന് 4 തവണയും അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമ്മൾ പല നാമങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ സുദീർഘമായി ഇനി അത് വിവരിക്കാൻ നിൽക്കുന്നില്ല. പടച്ചതമ്പുരാന്റെ ഖുദ്റത്ത്, അവന്റെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അവനെ പരാജയപ്പെടുത്താനോ അവന്റെ തീരുമാനം മാറ്റിമറിക്കാനോ ലോകത്തൊരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. മനുഷ്യനിൽ ഒരാൾക്ക് ഒരാൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു കാര്യത്തിന് ഇപ്പൊ കഴിയും എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ എന്താ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു, ഇപ്പൊ എനിക്ക് അള്ളാഹു ഇങ്ങനെ കഴിവ് തന്നു, ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതെപ്പോഴാണ് നിന്നു പോവുക? മനുഷ്യൻ ഭയപ്പെടേണ്ടതാണ്. അടച്ചവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംശയത്തിനിടയില്ല. എപ്പോഴും അവൻ കഴിവുള്ളവനാണ്. അശക്തി എന്ന് പറയുന്ന ഒരു സംഗതിയെ അവനില്ല. മടി എന്ന് പറയുന്ന അല്ലെങ്കിൽ അശക്തി അല്ലെങ്കിൽ ആലസ്യം അതൊന്നുമില്ല. ഭയക്കമില്ല, ഉറക്കമില്ല, ഒരു നിലക്കുള്ള അശക്തിയും അവനെ പിടികൂടുന്നില്ല. എല്ലാം കൊണ്ടും അവൻ ഖദീറാണ്, ഖാദിറാണ്, മുഖ്തദിറാണ്. ആകാശഭൂമികളിലുള്ള ഒന്നിനും അവനൊരണു തൂക്കം പോലും ശക്തനാക്കാനോ പരാജയപ്പെടുത്താനോ സാധ്യമല്ല. എന്തിനും അവന് കഴിവുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ എന്തേ വേണ്ടു, നീ ഉണ്ടാവുക എന്ന് പറയേണ്ട താമസം. അല്ലാഹുവിന്റെ കാര്യം എത്രയേ ഉള്ളൂ. അവനൊരു കാര്യം ഉദ്ദേശിക്കുകയേ വേണ്ടൂ, നീ ഉണ്ടാവുക എന്ന് പറയേണ്ട താമസം അപ്പോഴേക്കതുണ്ടായി. ഏതും അങ്ങനെയാണ്. ഏതും ഈ പ്രപഞ്ചം മുഴുവൻ, ആകാശഭൂമിക്ക് മുഴുവൻ എല്ലാം സൃഷ്ടിച്ച ഖാദിറാണവൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. ഇവിടെയുള്ള സർവ്വത്തെ
സൃഷ്ടിച്ച അള്ളാഹ് ഇനി മരിച്ചോലെ വീണ്ടും ജീവിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അവനത് കഴിവിറ്റവനല്ലയോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഇനിയും പറയാണ്, പരലോകത്തെ എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് വരുമ്പോ ഈ മനുഷ്യന്മാരൊക്കെ പരസ്പരം തിരിച്ചറിയാതായി പോവോ? എല്ലാവരും ഒരേപോലെ ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ അതിനും ഉള്ളവനാണ്. അവന്റെ വിരൽ തലപ്പുകൾ വരെ കൃത്യമായി ഓരോരുത്തർക്കും എന്താണ് ഈ ഭൂമി ജീവിക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ത്വക്കിന്റെ തൊലിയുടെ പ്രകൃതിയും അവന്റെ വിരൽ തുഞ്ചങ്ങളുടെ അടയാളങ്ങളുമൊക്കെ എങ്ങനെയായിരുന്നോ ഈ ഭൂമിയെങ്കിൽ അതേപോലെ തന്നെ അതിനെ ശരിപ്പെടുത്താൻ നാം കഴിവുള്ളവനാകുന്നു. അതും പറയുന്നു, അങ്ങനെ അവന്റെ കഴിവിനറ്റമില്ല. അവന്റേതായ ഒരു കാര്യത്തിനും ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം ഖദീറാണ് റബ്ബ്. ഇത് നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോ നമ്മിലുണ്ടാകേണ്ട മാറ്റം എന്താണ്? എന്റെ റബ്ബ് ഖദീറാണ്, ഖാദിറാണ്, എല്ലാത്തിനും അവന് കഴിയുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ട വിശ്വാസത്തിൽ വരേണ്ട മാറ്റം എന്താണ്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നേരത്തെ അള്ളാഹു തവക്കുലാക്കി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇനിയൊക്കെ എന്നെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ കഴിയാനാണ്? ഇനി അങ്ങനെയൊന്നും എനിക്ക് സംഭവിക്കൂല, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല, കാരണം അതൊക്കെ വലിയ പ്രയാസമുള്ള സംഗതിയാണ്, അതൊക്കെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിരാശ വേണ്ട. ഏത് കാര്യത്തിനും പടച്ചോൻ എന്തും അങ്ങോട്ട് തരാൻ കഴിവുള്ളവനാണ്. അവൻ ഖദീറാണ്. ഏത് കാര്യത്തിനും ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്താൻ അവന് കഴിവുണ്ട്. ഏതുള്ളവ ഇല്ലാതാക്കാൻ അവന് കഴിവുണ്ട്. ഇല്ലാത്തവനെ ഉണ്ടാക്കി കൊടുക്കാനും അവന് കഴിവുണ്ട്. അല്ലാഹുമ്മ മലിക്കൽ മുൽക്കി തു'തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ. അല്ലാഹുവാണ് മാലിക്കുൽ മുൽക്ക്. അധികാരം കൊടുക്കുന്നതും അവൻ, അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതും അവൻ, ഇസ്സത്ത് കൊടുക്കുന്നതും അവൻ, അപമാനം നൽകുന്നതും അവൻ. യദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് റബ്ബേ എല്ലാ ഖൈറുമുള്ളത്, നീ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. കേട്ടോ, അള്ളാഹുവിന്റെ ആ ഏറ്റവും വലിയ അപാരമായ ഖുദ്റത്തിലുള്ള വിശ്വാസം, ആ ഖുദ്റത്തിലുള്ള വിശ്വാസം നിങ്ങൾ, അതാണ് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവസാന കാലത്തൊരു സന്താനമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മലക്കുകൾ ഈ സന്തോഷവാർത്ത അറിയിച്ചപ്പോ എനിക്കിനി എങ്ങനെ ഉണ്ടാകാനാണ്? ഭാര്യ ചോദിച്ചില്ലേ, ഞാൻ കിഴവിയായില്ലേ, ഞാൻ പ്രസവിക്കാത്ത പെണ്ണല്ലേ, എനിക്കെങ്ങനെ ഉണ്ടാകും, എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? എന്താ പറഞ്ഞത്? പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമല്ല. ഏതിനും അവൻ കഴിവുള്ളവനാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്താനും എത്ര വലിയവനെ നശിപ്പിക്കാനും വലിയവന്റെ അധികാരത്തെ തകർത്ത് താഴിടാനും സംബുരാന് കഴിയും. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് ഖദീറെന്നും ഖാദിറെന്നും മുഖ്തദിർ എന്നും വിശ്വസിക്കുന്ന നമ്മൾ എന്ത് മനസ്സിലാക്കണം, എന്ത് വിശ്വസിക്കണം? തന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിൽ നിന്നും ഖാദിറായ അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഖദീറായ റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, മുഖ്തദിറായ റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിന്റെ സംഘർഷങ്ങൾക്ക് അയവ് വന്ന് നമ്മുടെ മനസ്സിന്റെ സമാധാനം പകരുന്ന പടച്ചതമ്പുരാന്റെ ഏറ്റവും ഉദാത്തമായ ഇസ്മാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന ചില നാമങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് 2-3 ചുരുക്കി പറയുകയാണെന്ന്. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് അത്തവ്വാബ്. അള്ളാഹു തവ്വാബാണ്. തൗബയെ സംബന്ധിച്ച് നിരന്തരം നമ്മൾ ഉത്ബോധനങ്ങൾ കേൾക്കാറുള്ളതായതുകൊണ്ട് ഞാൻ സുദീർഘമായ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അള്ളാഹുവിന്റെ പേരാണ് തൗവാബ്. എന്താണ് തൗവാബ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ? ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. ഇത്രമാത്രം നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന പേരേതാവുള്ളത്? പടച്ചോൻ അവൻ പശ്ചാത്തപിച്ചോളൂ. നിങ്ങളോട് തൂബൂ ഇലല്ലാഹി ജമീഅൻ, അല്ലാഹുവിങ്കലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങിക്കോളൂ ജനങ്ങളെ. അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിച്ചേക്കും. പടച്ചതമ്പുരാനിൽ നിന്ന് ഏറെ അകന്നു പോയ ഒരാൾ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ല, ഒരു വിഷമം വേണ്ടതില്ല. അള്ളാഹുവിങ്കിൽ നിന്ന് അകന്നുപോയ, എത്ര ദൂരേക്ക് അകന്നുപോയവനും മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന, തവ്വാബുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുടെ പേര് തവ്വാബ് എന്ന് പറഞ്ഞതുപോലെ അടിമക്കും തവ്വാബ് എന്ന് പറഞ്ഞു. രണ്ടും രണ്ടർത്ഥത്തിലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് തവ്വാബ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഏറെ തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ്.
അടിമനെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ച് തൗവാബ് എന്ന് പറഞ്ഞാലോ ഏറെ തൗബ ചെയ്യുന്നവൻ എന്നാണ്. അപ്പൊ സത്യവിശ്വാസികൾ തൗവാബുകളാണ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും അള്ളാഹുവിനോട് പടച്ചോനെ നീ എന്റെ തൗബ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നവനാണ്. അപ്പൊ മനുഷ്യരും തൗവാബാണ്. ഏതർത്ഥത്തിൽ? അള്ളാഹുവിനോട് എപ്പോഴും തൗബ ചെയ്യുന്നവർ. അള്ളാഹുവിനെ പറ്റി തൗബ് എന്ന് പറയുമ്പോഴോ തൗബ ധാരാളമായി സ്വീകരിക്കുന്നവൻ. അതാണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്, ഇന്നക അൻത തൗവാബുൽ ഗഫൂർ, നീ ഏറെ പൊറുക്കുന്നവനാണല്ലോ, നീ തൗവാബാണല്ലോ, ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണല്ലോ. പടച്ചോനെ ഏറെ ഇഷ്ടമുള്ള സംഗതിയാണ്. അള്ളാഹുവിങ്കിൽ എത്ര ദൂരേക്ക് അകന്നുപോയവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു അശദ്ദു ഫറഹൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരവസരമാണത്. എത്രത്തോളം യാത്രക്കാരന്റെ എല്ലാ യാത്രാ സാമഗ്രികളും ഒരു വാഹനപ്പുറത്താണ്. പണ്ടുകാലത്ത് അങ്ങനെയാണല്ലോ. പണ്ടുകാലത്ത് ഒട്ടകം, കഴുത ഇതൊക്കെയാണ് യാത്രാവാഹനം. അങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ ആ യാത്രാവാഹനത്തിന്റെ മുകളിലാണ് ഇയാൾക്ക് വേണ്ട ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഈ മനുഷ്യനൊന്ന് ഉറങ്ങാൻ കണ്ടതാണ്. ഉറങ്ങി നിൽക്കുമ്പോ എന്തില്ല, ഒട്ടകം പെട്ടെന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തന്റെ വാഹനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ബേജാർ എത്രയാണ് സുഹൃത്തുക്കളെ. ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ടെൻഷൻ എത്രയായിരിക്കും. നമുക്ക് പെട്ടെന്നാണ് തിരിയില്ല. പക്ഷെ നമ്മൾക്ക് തിരിയാവുന്ന ഉദാഹരണം നോക്കൂ നിങ്ങൾ. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പുറപ്പെട്ടിരിക്കുകയാണ്. എന്ത് നാട്ടിൽ നിന്ന് നമ്മൾ ഗൾഫിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. വഴിക്ക് എവിടെ ഒന്ന് ചാടിക്കാനോ മുട്ടയ്ക്കാനോ ഇറങ്ങി പിന്നെ വാഹനത്തിൽ കയറി കുറച്ചാണ്ട് കഴിഞ്ഞപ്പോഴാണ്ട് ഓർമ്മ തപ്പി നോക്കുമ്പോൾ പാസ്പോർട്ടും ഇല്ല, വിസന്റെ കോപ്പിയില്ല, ഒന്നുമില്ല, സംഗതിയൊക്കെ പോയിരിക്കും. ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം എത്രയായിരിക്കും സുഹൃത്തുക്കളെ ആ ടെൻഷൻ. അവൻ ആർക്കാണ് സമാധാനിപ്പിക്കാൻ കഴിയാം? അത്ര ബേജാറായി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഒരാൾ തന്റെ കയ്യിലേക്ക് നേരം കൊണ്ട് കൊണ്ടുവന്നിരുന്നു ഈ രേഖകളൊക്കെ. അപ്പൊ ഇയാൾക്കുണ്ടാവുന്നൊരു സന്തോഷം എത്രയാണ്, അയാൾക്കുണ്ടാകുന്ന ഒരു മനസ്സിന്റെ സന്തോഷം എത്രയാണ്. ഇതിനേക്കാൾ അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി, തന്നിൽ നിന്ന് തെറ്റിപ്പോയ അടിമ, പാപം ചെയ്തുകൊണ്ട് തന്നിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പിഴച്ചുപോയ അടിമ തന്നിലേക്ക് തന്നെ തൗബ ചെയ്തുകൊണ്ട് മടങ്ങി വരുന്നവനോട് റബ്ബിന് ഈ യാത്രക്കാരനുണ്ടായ സന്തോഷത്തെക്കാൾ 10 മടങ്ങ് സന്തോഷമാണ് തോന്നുന്നത്, വെറുപ്പല്ല തോന്നുന്നത്. അതാണ് അല്ലാഹു ഏറെ തൗവാബാണെന്ന് പറയുന്നത്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് യാതൊരു കുറവും ഒരു കോട്ടവുമില്ലാതെ സുഹൃത്തുക്കളെ നിരന്തരം അല്ലാഹുവിലേക്ക് നമ്മൾ കേറി ചടങ്ങുക. അതേപോലെ തന്നെ അവന്റെ നാമമാണ് അൽ അഫ്വ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹുവേ നീ ഏറെ അഫ്വ് ചെയ്യുന്നവനാണ്. അതും അല്ലാഹുവിന്റെ നാമമാണ്. ഈ അർത്ഥങ്ങളും ഈ ആശയങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കുക. എന്റെ ജീവിതത്തെ ആ നാമങ്ങളിലൂടെ അല്ലാഹുവിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയോ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും നമ്മുടെ മനസ്സിന് നല്ല ദൃഢത നൽകാനും ഈമാനിനെ പരിപോഷിപ്പിക്കാനും നാം ശ്രമിക്കുക. അർഹമുർ റഹീമീനായ തമ്പുരാൻ യഥാർത്ഥമായ നിലക്ക് അല്ലാഹുവിനെ അറിയാനും അവന്റെ ഹറാമുകളെ വർജിക്കുവാനും അവൻ അനുവദിച്ചിരുന്ന മാർഗത്തിലൂടെ മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. آخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.